നടികർ പടം കഴിഞ്ഞു, ഇതേ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ പടത്തിനെ കുറിച്ച് പറഞ്ഞേക്കാം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ പടം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ടോവിനോ തോമസ് നായകനായിട്ട് വരുന്നു, ഭാവന വരുന്നുണ്ട് നായികയായിട്ട്, അതേപോലെ തന്നെ ഒട്ടനവധി ആൾക്കാർ പടത്തിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സലിം കുമാറിൻ്റെ മകൻ വരുന്നുണ്ട്, സൗബിൻ ഷാഹിർ വരുന്നുണ്ട്, പിന്നെ അങ്ങനെ കുറേ ക്യാരക്ടേഴ്സൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പടം കൂടിയാണ് ഈ ഒരു നടികർ. അപ്പോൾ പടത്തിനെ കുറിച്ച് ഇപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു അഭിനേതാവിൻ്റെ ജീവിതം കാണിക്കുന്ന ഒരു കഥയാണ് ടോവിനോ തോമസ് എന്ന് പറയുന്ന ആ ഒരു നടൻ. സിനിമയിൽ അഭിനയിച്ചേക്കുന്ന ഡേവിഡ് എന്ന കഥാപാത്രം ഒരു ആവറേജ് ആയിട്ടുള്ളൊരു നടൻ. പുള്ളിയുടെ എന്തോ ലക്കം കൊണ്ടൊക്കെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തി. പക്ഷേ അതിനുശേഷം നിരന്തരമായിട്ട് പടങ്ങളൊക്കെ പൊട്ടി വരുന്ന ആ ഒരവസ്ഥ. അതിനുശേഷം പുള്ളി അഭിനയം പഠിക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് പടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഭിനയം പഠിച്ചോ ഇല്ലേ, അല്ലെങ്കിൽ എന്താണ് അവസ്ഥ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പടം പറഞ്ഞു പോകുന്നത്. അപ്പോൾ പടത്തിന് ഏകദേശം 2-2.5 മണിക്കൂറിൻ്റെ അടുത്ത് പടമുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടത്തിൻ്റെ അവസാനത്തെ കുറച്ച് സീൻസൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ക്ലൈമാക്സിൽ കാണിക്കുന്ന സീനൊക്കെ പുള്ളി അഭിനയമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സ്വന്തം ഒരു അപ്രീസിയേഷൻ കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമാണ് എനിക്ക് പടത്തിനകത്ത് നല്ല ഒരു സെറ്റപ്പായിട്ട് തോന്നിയേക്കണം. ഫസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ ജസ്റ്റ് ഒരു ആവറേജ് സെറ്റപ്പായിട്ടാണ്. കാര്യമായിട്ട് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ എൻഡിലേക്ക് എടുക്കുമ്പോഴും പടം കയറുന്നുണ്ട്. പടം കുറച്ച് ഇമോഷണലി കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ടോവിനോ തോമസിൻ്റെ നല്ല രീതിയിലുള്ള കഴിവുകൾ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇനി അത് ഒരു നടൻ്റെ ഒരു ആവറേജ് ലെവൽ കാണിക്കാൻ വേണ്ടിയാണോ അങ്ങനെ എടുത്തേക്കണേ, അങ്ങനെ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് എനിക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഇനി എൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ബാക്കിയുള്ള പ്രേക്ഷകർ ഇപ്പോൾ നിങ്ങൾ ഓഡിയൻസ് റെസ്പോൺസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി പടം എന്താണ് പടം പറയാൻ ഉദ്ദേശിക്കുന്നത്. പടത്തെക്കുറിച്ച് എടുത്തു പറയാനായിട്ട് പടത്തിൻ്റെ ഈ ഒരു എന്താ പറയുക, ഒരു സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ലൈഫ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ കൊണ്ടുപോകണ ഒരു സ്റ്റാർഡം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ട്, ഇതൊക്കെയാണ് ഈ പടം മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. പിന്നെ കുറച്ച് അഹങ്കാരം പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അത് നമ്മൾ തിരിച്ച് ലൈഫിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ആൾക്കാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സൂപ്പർ സ്റ്റാറിൽ വരുന്ന മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പോകുന്നത്. കുറേയൊക്കെ നമ്മൾ പണ്ടും കുറേ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു പടത്തിലേക്ക് വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, എൻഡിലേക്കാണ് നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തൊക്കെ വരുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് വരുന്ന ക്യാരക്ടറായിട്ട് ഇങ്ങനെ മാറുമ്പോൾ സംഭവിക്കുന്ന കുറേ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അവസാനത്തെ ഒരു എൻഡിങ്ങിൽ ഒരു സീനൊക്കെ എടുക്കേണ്ട അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഭാഗം മാത്രമാണ് എനിക്ക് കറക്റ്റായിട്ട് ഒരു നല്ല രീതിയിൽ തന്നെ പടം എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയേക്കണം. ബാക്കിയൊക്കെ ജസ്റ്റ് ഒരു കണ്ടിരിക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ബോറടി ഉണ്ടായി. ഇപ്പോൾ തിയേറ്ററിലായാലും കാര്യമായിട്ട് ആൾക്കാരൊന്നും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാരായാലും ചിലരൊക്കെ ഇറങ്ങി പോകുന്നുണ്ടായി, ചിലർ തിരിച്ച് കയറി വരുന്നുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഓക്കെ സെറ്റപ്പായിട്ടാണ് ഫസ്റ്റ് ഹാഫ് അങ്ങനെ തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ ഭാവനക്കൊന്നും റോളേ ഇല്ല, വെറുതെ ജസ്റ്റ് 2-3 സീൻസും മാത്രം വന്നു പോകുന്നു. അതിൽ കൂടുതൽ ഭാവനയ്ക്ക് യാതൊരു റോളും വരത്തില്ല. പിന്നെ ടോവിനോ തോമസും ബാലു വർഗീസാണ് പടം മെയിനായിട്ട് ത്രൂ ഔട്ട് കൊണ്ടുപോയിക്കണം. പിന്നെ സുരേഷ് കൃഷ്ണ, ഇവർ 3 പേരാണ് പടത്തിനകത്ത് മെയിനായിട്ട്. സൗബിൻ ഷാഹിർ ഉണ്ടാവും, മറന്നുപോലെ ഇവരാണ് പടം കൊണ്ടുപോയിക്കണം. പക്ഷേ പടം എങ്ങനെയാണ്, എന്താണ് അവസ്ഥ എന്നൊക്കെ നമുക്ക് തിയേറ്റർ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയായിരുന്നു നടികറിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വീഡിയോസ് അല്ലെങ്കിൽ റിവ്യൂസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.